റാന്നി ചെട്ടിമുക്കിൽ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യം കാണാൻ സാധിക്കും. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് ഈ കാണുന്ന വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇതിൽ കൂടുതൽ ജലനിരപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വെള്ളം ഇറങ്ങിയിരുന്നു. ഇന്നലെ രാത്രി പെയ്ത ശക്തമായിട്ടുള്ള മഴ, അതിനെ തുടർന്നാണ് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുകയും വീണ്ടും വെള്ളം വീടുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാതയുണ്ട്. ആ പാതയിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഗതാഗതം ഇപ്പോൾ സാധ്യമാകുന്നുണ്ട്. പക്ഷേ ഇനിയും ജലനിരപ്പ് ഇവിടെ അല്പസമയത്തിനകം ഉയർന്നു കഴിയുമ്പോൾ ആ ഭാഗത്തു കൂടിയുള്ള ഗതാഗതവും തടസ്സപ്പെടും. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ പൂർണ്ണമായും വെള്ളത്തിലായിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം ഈ കെട്ടിടത്തിൻ്റെ ടോപ്പ് വരെ വന്നു. മുകളിൽ കയറിയില്ല. ഞങ്ങളുടെ വീടാണ്, വീടിനകത്ത് കയറി വെള്ളം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് താമസം മാറ്റി. ഇന്നലെ വന്നെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടതാണ് ഇന്ന് താമസിക്കാമെന്നും കണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ എല്ലാം കയറി. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഈ കടകളിലെല്ലാം സാധനങ്ങൾ പോയി. ഇവിടെ റേഷൻ കടയുണ്ട്, അപ്പുറത്ത് പലചരക്കടയുണ്ട്, കാപ്പിക്കടയുണ്ട്, സകലയിടത്തും വെള്ളം കയറി. ഇപ്പോൾ ഓരോ നിമിഷവും വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ രാവിലെ ഇപ്പോഴാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പം വെള്ളം കുറഞ്ഞല്ലോ എന്നും കണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഇതാ അവസ്ഥ. അപ്പോൾ ഈ വീട്ടിലേക്കും വെള്ളം കയറി. ഈ വീട്ടിലാളെ ഉണ്ടായിരുന്നു. വീട്ടിൽ നാളെ പിന്നെ സ്കൂബ ടീം വന്നിട്ടാണ് അവരാണ് ഇറക്കിയത്. അവരെ വടം കെട്ടി ഇങ്കി അവിടേക്ക് എത്തിച്ചാണ് അവരെ മാറ്റിയത് അല്ലേ? വെള്ളം ഒഴുക്കായിരുന്നു. ഇവിടെ ഒരു കാർ വന്നിട്ട് കാർ അങ്ങോട്ട് എടുത്തതാണ്. ആ കാർ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് ആ കാറിനകത്ത് കിടന്ന് അങ്ങേര് ഇറങ്ങാൻ വയ്യാതെ കൈയും കാലും ഇട്ട് ഇടിക്കുകയായിരുന്നു. ഒടുവിലെ പിന്നെ ഞങ്ങൾ ആൾക്കാരെ ഓടിച്ചെന്ന് തുറക്കുകയായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഭയങ്കര വെള്ളമാണ്, നിലയില്ലാത്ത വെള്ളമാണ്. അപ്പുറത്തേക്ക് ഈ റോഡിൽ തന്നെ നിലയില്ലാത്ത വെള്ളമാണ്. ഇത് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ യാത്രക്കാരും സൂക്ഷിക്കേണ്ടതാണ്. യാത്രക്കാർ സൂക്ഷിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഇല്ല, വണ്ടി ഇന്നലെ ഒരു വാഗണറാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നു, ഉടൻ തന്നെ സൈഡിലേക്ക് മറിയുകയാണ് ചെയ്തത്. പുള്ളി ജീവൻ രക്ഷപ്പെട്ടത് ഇവരെല്ലാം കൂടെ വന്ന് എടുത്തത് കൊണ്ടാണ് പുള്ളി ജീവൻ രക്ഷപ്പെട്ട് പോയത്. ഏത് പ്രധാനപ്പെട്ട പാത ഇത്? റാന്നിയിൽ നിന്നും റാന്നി മടത്തഞ്ചാല വലിയകാവ് റോഡ്, റാന്നി മല്ലപ്പള്ളി റോഡ്, പ്രധാനപ്പെട്ട പാത, മല്ലപ്പള്ളിയിലേക്കുള്ള പ്രധാനപ്പെട്ട പാത, മല്ലപ്പള്ളി പ്രധാനപ്പെട്ട റോഡ്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഓരോ നിമിഷവും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നു. റാന്നി ചെട്ടിമുക്ക് ഭാഗമാണ്. കഴിഞ്ഞ ദിവസം വെള്ളം ഉയർന്നപ്പോൾ ഇവിടെ പൂർണ്ണമായും മുങ്ങിപ്പോയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോൾ ഒരു ആശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ജാഗ്രതാ നിർദ്ദേശമൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോ നിമിഷവും റാന്നി ചെട്ടിമുക്കിൽ വെള്ളം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.